അടുത്തത് ഇതിൽ നിന്നുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് എന്താണ് ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ആൻ എ പി ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ദെൻ സം ഓഫ് 50 ഫസ്റ്റ് 50 ടേംസ് ഈസ് ഈക്വൽ ടു എന്നാ. അതൊരു എ പി ഉണ്ട്, അതിലുള്ള സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് കാണാൻ പറഞ്ഞു. എടാ സം ടു n ടേംസ് ഓഫ് എ പി കാണാനുള്ള ഫോർമുല അറിയില്ല നിങ്ങൾക്ക്? എസ് എൻ ഇസ് ഇക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ് സം ടു n ടേംസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 20 ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 20 മൈനസ് 1 19d എന്ന് വരും, which is equal to yes 30 എന്ന് പറയുമ്പോൾ n by 2 എന്ന് പറയുമ്പോൾ 30 by 2 ഇൻറ്റു 2a പ്ലസ് 30 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ 29d എന്ന് വരും. റെഡി അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ എന്താ വരിക നോക്കാം. എടാ ഇവിടെ ബൈ 2ഉം ബൈ 2ഉം തമ്മിൽ ക്യാൻസൽ ആകും. ഇവിടെ ഈ 10ഉം 10ഉം തമ്മിൽ ക്യാൻസൽ ആയാൽ ഇവിടെ 2ഉം ഇവിടെ 3 അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ആ 2നെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതേപോലെ ഇവിടെ ഈ 3നെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വാല്യൂ 2 into 2a become 4a plus 2 into 19d എന്ന് പറയുമ്പോൾ എന്താ 38d which is equal to 3 into 2a become 6a plus 3 into 29d എന്ന് പറയുമ്പോൾ എന്താ 87d എന്ന് വരും. റെഡി അല്ലേ? ഇനി എല്ലാ ആൾക്കാരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 4a ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 4a ദാറ്റ് ഈസ് 6a മൈനസ് 4a എന്താ 2a പ്ലസ് 87ഡിയുടെ അടുത്തേക്ക് പ്ലസ് 38ഡിനെ കൊണ്ടുപോകുന്ന സമയത്ത് മൈനസ് 38d അല്ലേ? അപ്പോൾ 87 മൈനസ് 38 എന്താ? അത് 49 അല്ലേ വരാം. അതായത് 49d വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് എനും ഡിനും കാണാനുള്ള മാർഗ്ഗമൊന്നുമില്ല, കാരണം ഒരു ഇക്വേഷന് 2 അൺനോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. എന്താ ചോദിച്ചത്? സം ഓഫ് ഫസ്റ്റ് 50 ടേംസിൻ്റെ ആണ് ചോദിച്ചത്. ഫസ്റ്റ് 50 ടേംസിൻ്റെ സമ്മ് ഫോർമുല പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ? 50 ബൈ 2 ഇൻറ്റു 2a പ്ലസ് എന്ന് പറയുമ്പോൾ 2a പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 50 മൈനസ് 1 എന്താ 49d വിച്ച് ഈസ് ഈക്വൽ ടു 50 ബൈ 2 എന്ന് പറയുമ്പോൾ എന്താ 25 2a പ്ലസ് 49d അതിവിടെ നിങ്ങൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 0 ആണെന്ന്. ദാറ്റ് ഈസ് 25 ഇൻറ്റു 0 ഫൈനൽ ആൻസർ ബിക്കം 0. അത് എത്ര മാർക്കിനാ? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താ? 0. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. റെഡി. അപ്പം അങ്ങനെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 1 മാർക്കിനായിരിക്കും കേട്ടോ ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ മാക്സിമം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഫോർത്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ആയിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് ദ ഇൻഫൈനൈറ്റ് ജി പി, ഫൈൻഡ് ദ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ദി ജി പി മൈനസ് 3/4 3/16 മൈനസ് 3/64 എക്സെട്രാ. ഇതാണ് ഇൻഫൈനൈറ്റ് ജി പി ആണെന്നാണ് പറയുന്നത്. എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സം ടു ഇൻഫിനിറ്റി കാണാനാണ് ചോദിക്കുന്നത്. എടാ നിങ്ങൾക്ക് സം ടു ഇൻഫിനിറ്റി ഫോർമുല അറിയാം. അതായത് എ ആർ സ്ക്വയർ എക്സെട്രാ ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ജി പി ഉണ്ടെന്ന് കരുതിക്കോ. ഇതിലുള്ള കോമൺ റേഷ്യോ മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് അതിൻ്റെ കോമൺ റേഷ്യോ എങ്കിൽ സം ടു ഇൻഫിനിറ്റി കാണാനൊരു മാർഗമുണ്ട്. എന്താണ്? a/1 - r എന്നാണ് ഫോർമുല. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതിൻ്റെ സം ടു ഇൻഫിനിറ്റി കാണണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ടേം -3/4 ആണ്. ഇവിടുത്തെ കോമൺ റേഷ്യോ എന്താ? ഇത് ഡിവൈഡർ ബൈ ഇത് ചെയ്താൽ മതി. അതായത് ഇതിന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് ചിന്തിച്ചാലും മതി. ഇവിടുത്തെ മൈനസ് ഇല്ലാതായിട്ടുണ്ട്, അതുകൊണ്ട് മൈനസ് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്തുകൊണ്ടായിരിക്കാം? -1/4 കൊണ്ടാണ്. കാരണം -3/4 ഇൻറ്റു -1/4 ചെയ്താലാണ് 3/16 കിട്ടുക. ഇതിനെ വീണ്ടും -1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -3/64 കിട്ടുക. അല്ലെങ്കിൽ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ടു ഇൻഫിനിറ്റി കാണാൻ വേണ്ടിയിട്ട് ഫോർമുല a/1 - r എന്നാണ്. ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ -3/4 ഡിവൈഡഡ് ബൈ 1 - ആറിൻ്റെ വാല്യൂ എന്താ? -1/4. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? -3/4 ബൈ ഈ മൈനസും പ്ലസ് ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 + 1/4 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ -3/4 ഡിവൈഡഡ് ബൈ 4 + 1 5 അല്ലേ? 5/4 എന്ന് വരും. ഇവിടെ ഈ രണ്ട് 4കൾ തമ്മിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ബിക്കം -3/4.
5 റെഡി അല്ലേ? അപ്പോൾ അതിന് 2 മാർക്കാണ്. അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് സീക്വൻസ് ആൻഡ് സീരീസിലേക്ക് 3 മാർക്ക് പോയിട്ടോ. അപ്പോൾ അതാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഇതിലുള്ള 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ് 7 + 77 + 777 + എക്സെട്രാ. സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നുള്ള അനദർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരിക്കും എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കവാറും എക്സാമിലൊക്കെ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 7 വെച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 3 + 33 + 333 + എക്സെട്രാ അങ്ങനെയൊക്കെ ചോദിക്കാം. എന്തായാലും ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനും അല്ല, ജോമെട്രിക് പ്രോഗ്രഷനും അല്ല. അങ്ങനെയാണെങ്കിൽ 2 ഫോർമുല ബേസ് ചെയ്തിട്ടും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ ചെയ്യേണ്ട എന്താ, അറിയുന്ന രൂപത്തിലേക്ക് മാറ്റുക. അതായത് ഇതിനെ AP-യുടെ രൂപത്തിലേക്കോ GP-യുടെ രൂപത്തിലേക്കോ മാറ്റാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം. ഈ 77 എന്ന് പറയുമ്പോൾ 7 × 11 അല്ലേ, ഇതോ 7 × 111 അല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും 7 കോമൺ ആണ്. അപ്പോൾ 7 കോമൺ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുത്താൽ ഉള്ളിൽ എന്ത് വരും? 1 + 1 1 + 1 1 1 + എക്സെട്രാ ഈ രൂപത്തിലായിരിക്കും വരിക, അപ് ടു n ടേംസ്. റെഡി? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതും എന്തല്ല, AP-യും അല്ല GP-യും അല്ല. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം. പിന്നെ ഇവനെ ഞാൻ 9 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തു. 9 കൊണ്ട് തോന്നിയ പോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഇവിടെ ശരിക്കും ചെയ്യണത് 7/9 × 9 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ 9 എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 9 ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്ക്. 7/9 × 9 + 99 + 999 + എക്സെട്രാ അങ്ങനെയല്ലേ വരിക. ഇപ്പോൾ ഇതും AP-യും GP-യും ഒന്നല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യണ കണ്ടോ. 7/9 ഇൻറ്റു ഈ 9 ഞാൻ 10 - 1 എന്ന് എഴുതും. 99 എന്താ? 100 - 1 ആണ്. അതായത് 10² - 1 ആണ്. പ്ലസ് ഇത് 1000 - 1, ദാറ്റ് ഈസ് 10³ - 1 + എക്സെട്രാ. ഇതാണ് അതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക് 7/9 ഇൻറ്റു ഇവിടെ നോക്ക് ആദ്യത്തെ ടേമിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്തു. 10 10² 10³ + എക്സെട്രാ അപ് ടു n ടേംസ് ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഏതാ? -1 -1 -1 അങ്ങനെയാണ്. എല്ലാത്തിലും മൈനസ് കോമൺ ആണ്. പിന്നെ ഉള്ളിൽ എന്താ ഉണ്ടാകുക? 1 + 1 + 1 + എക്സെട്രാ അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 1നെ n ടൈംസ് ആഡ് ചെയ്താൽ ആൻസർ എന്താ കിട്ടുക? n അല്ലേ കിട്ടുക. അതേപോലെ ഇവിടെ ഈ 10 10² 10³ അതെന്താ? GP അല്ലേ. സം ടു n ടേംസ് ഓഫ് എ GP കാണാനുള്ള ഫോർമുല എന്താ? A × r⁻n - 1/r - 1 എന്നാ. അത് പ്രകാരം ഇതിൻ്റെ സം എനിക്ക് കാണാം. അപ്പോൾ എന്താ വരിക? 7/9 ഇൻറ്റു ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫസ്റ്റ് ടേം 10 ആണ്. കോമൺ റേഷ്യോയും എന്താണ്? 10 തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് പ്രകാരം ഇതിനെ 10 × 10⁻n - 1/r - 1 എന്ന് പറയുമ്പോൾ 10 - 1. പിന്നെ മൈനസ് ഇവിടെ 1 + 1 + 1 + അങ്ങനെ n ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് വരും? n ആണ് അതിൻ്റെ ആൻസർ വരിക. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 - 1 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ 7/9 ഇൻറ്റു എന്ത് വരും? ഈ 10നെ ഉള്ളിലേക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൻസർ എന്താ? 10 × 10⁻n 10⁻n + 1 മൈനസ് 10 / n /9 - n. ഇതിൻ്റെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 7/9 ഇൻറ്റു ഇവിടെ എന്ത് വരും? ആ 9നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 10⁻n + 1 -10 -9n /9 എന്ന് വരും. റെഡി? അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള 9 × 9 മൾട്ടിപ്ലൈ ചെയ്താൽ 7/81 എന്നാണ് വരിക. ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 10⁻n + 1 ഇത് ആദ്യം എഴുതി കഴിഞ്ഞാൽ -9n - 10 ഇസ് ദ ഫൈനൽ ആൻസർ. എടാ ഇതോടുകൂടി സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കായി? 3 മാർക്സ് ആയി അല്ലേ? 3 മാർക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം.
അപ്പോൾ 3 + 3 മൊത്തം എത്രയായി 6 മാർക്സ് ഫ്രം സീക്വൻസ് ആൻഡ് സീരീസ്. അടുത്തത് 6th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫിഗറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആദ്യം ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ. റെഡി? അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം. നമുക്ക് ഈ സൈഡ് 5 ആണെങ്കിൽ ഈ സൈഡ് 5 ആയിരിക്കും, ഈ സൈഡ് 3 ആണെങ്കിൽ ഈ സൈഡ് 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ക്യൂ കാണാൻ √5² + 3² ചെയ്താൽ മതി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഉദ്ദേശം എന്താണെന്നറിയോ? അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും പിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. കാരണം എന്താ അറിയോ? അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന പി ക്യൂ എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2:3 റേഷ്യോയിൽ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് കാണാനാണ് ചോദിച്ചത്. റെഡി അല്ലേ? അപ്പോൾ ആ പോയിന്റ് കാണണമെങ്കിൽ പിയുടെയും ക്യൂയുടെയും കോർഡിനേറ്റ്സ് അറിഞ്ഞാലല്ലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ ആ ഫസ്റ്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പിയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് കാണാം. ഇവിടെ ഇതാണ് y ആക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്, ഇത് x ആക്സിസ്, ഇത് z ആക്സ്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്ക്, ക്യൂ എന്നുള്ള പോയിന്റ് y ആക്സിൽ കിടക്കുന്ന ഒരു പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? അതിൻ്റെ എക്സ് കോർഡിനേറ്റും സെറ്റ് കോർഡിനേറ്റും 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0, ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് 0, 4, 0 എന്നാണ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് വരിക. ഇനി പിയുടെ കോർഡിനേറ്റ്സ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പി എന്നുള്ള പോയിന്റ് ഏതാ? എക്സ് ആക്സിലും y ആക്സിലും z ആക്സിലും. അതായത് ഇവിടുന്ന് പിയിൽ നിന്ന് പിന്നെ നിങ്ങൾ എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് 3ലാണ് ജോയിൻ ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. y കോർഡിനേറ്റ് എന്താ? y കോർഡിനേറ്റ് 4 ആണ്. z കോർഡിനേറ്റോ 5 ആണ്. അതായത് 3, 4, 5 ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് പി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ എന്താ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താ? 3Dയിൽ നിങ്ങൾ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. റെഡി? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്ത് വരും? x2 - x1 എന്ന് പറയുമ്പോൾ നമുക്ക് 0 - 3, അല്ലെങ്കിൽ x2 എന്ന് പറയുമ്പോൾ ഇത് x1 y1 z1, ഇത് x2 y2 z2 എടുക്കാം. അല്ലെങ്കിൽ ഇത് x1 y1 z1, ഇത് x2 y2 z2. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ, എല്ലാതും സെയിം തന്നെയാണ്. ഇത് ഹോൾ സ്ക്വയർ ചെയ്യല്ലേ, എങ്ങനെ എടുത്താലും വിഷയമല്ല. ഏതായാലും ഞാൻ ഇവിടെ എങ്ങനെ എടുക്കുകയാണ്? 3 - 0 ഹോൾ സ്ക്വയർ പ്ലസ് ഇതിന് x1 y1 z1ഉം ഇതിന് x2 y2 z2 ആയിട്ട് കൺസിഡർ ചെയ്താൽ 3 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 0 ഹോൾ സ്ക്വയർ എന്ത് വരും? 3 - 0 എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയറോ 9 പ്ലസ് 4 - 4 എന്ന് പറയുമ്പോൾ 0ന്റെ സ്ക്വയർ 0 പ്ലസ് 5 - 0 എന്ന് പറയുമ്പോൾ 5 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ബിക്കം √34. ഇതാണ് ഡിസ്റ്റൻസ് പി ക്യൂ. റെഡി അല്ലേ? അടുത്തത് ഇതിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പി ക്യൂ ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3 ആ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ക്യൂ എന്നുള്ള നമുക്ക് ഈ പി ക്യൂ എന്നുള്ള ലൈനിനെ ഞാൻ ഇങ്ങനെ വരക്കാം കേട്ടോ. പി ക്യൂ, പിയുടെ കോർഡിനേറ്റ്സ് 3, 4, 5, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് 0, 4, 0. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഡിവിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ഫോർ എക്സാമ്പിൾ ഇതാ, പിയുടെ കോർഡിനേറ്റ്സ് x1 y1 z1ഉം ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് x2 y2 z2ഉം ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 6 ആയിക്കോട്ടെ പോയിന്റ്. 6 ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ m:n ആണെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ, ഇപ്പോൾ എക്സാമ്പിൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് XYZ ആണെന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? അതാ mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n എന്നല്ലേ പഠിച്ചത്. ഇതേപോലെ y കാണാനുള്ള ഫോർമുല my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. z കാണാനുള്ള ഫോർമുല mz2 പ്ലസ് nz1 ബൈ m പ്ലസ് n. ആ ഫോർമുല അറിയില്ലേ? ആ ഫോർമുല പ്രകാരം ഇത് ഞാൻ കാണാൻ പോവുകയാണ്. അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇൻ കേസ് 6 ആണെന്ന് കൺസിഡർ ചെയ്തോ. 6 എന്നുള്ള പോയിന്റിൻ്റെ ഇവിടെ 6 ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒന്ന് പോയിന്റിൻ്റെ പേര് മാറ്റട്ടോ. പിയും ക്യൂവും 6ഉം എസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതോടെ എ എന്നുള്ള പോയിന്റ് എടുത്തു. എ എന്നുള്ള പോയിന്റ് ആണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡിങ് ഇൻ ദ റേഷ്യോ m:n. എമ്മും എന്നും അറിയാം. ഏതാണ്?
2:3 ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് 2 ഇത് 3. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഞാൻ XYZ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ലെറ്റ് XY, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ലെറ്റ് AXYZ be the point which divides the line segment PQ in the ratio 2:3 എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ ആൻസർ ചെയ്താൽ ഇതിലുള്ള എക്സ് കാണാനുള്ള ഫോർമുല എന്താ? X is equal to mx2 plus n x1 by m plus n ആണ് കാണാനുള്ള ഫോർമുല. അതായത് ഇവിടെ m എന്ന് പറയുമ്പോൾ 2 into 0 plus 3 into 3 by 2 plus 3. ദാറ്റ് ഈസ് ഇവിടെ എന്താ 9/5 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 9/5 കിട്ടും. റെഡി അല്ലേ? ഇനി ഇതിലുള്ള y കോർഡിനേറ്റും z കോർഡിനേറ്റും ആണ് കണ്ടെത്തേണ്ടത്. ഇതിൻ്റെ y കോർഡിനേറ്റ് എന്താ? y is equal to എന്താ ഫോർമുല? my2 plus ny1 by m plus n. അതായത് സോറി, ഇതിൻ്റെ y അല്ലേ? y is equal to y കോർഡിനേറ്റ് m എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 into y2 എന്ന് പറയുമ്പോൾ എന്താ? 4. 2 into 4 plus 3 into 4 divided by 2 plus 3. അതായത് 8 plus 12 by 5. 8 plus 12 എന്താ? 20/5. ആൻസർ 4 എന്നാണ്. റെഡി? ഇനി അടുത്ത് z കോർഡിനേറ്റ് കാണണം. എന്താ ഫോർമുല? mz2 plus nz1 by m plus n എന്ന ഫോർമുല. അപ്പം അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും വരിക? 2 into 0 plus 3 into 5 divided by 2 plus 3. അതായത് 15/5 എന്നാണ് വരിക. ആൻസർ എന്താ? 3. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഏതാ? ദെർഫോർ എക്സ് കോർഡിനേറ്റ് ഏതാ? 9/5. y കോർഡിനേറ്റ് 4, z കോർഡിനേറ്റോ 3. ഇതായിരിക്കും അതിൻ്റെ പോയിന്റ് വരിക. റെഡി അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ മൊത്തം 3 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻട്രഡക്ഷൻ ടു 3D ബേസ് ചെയ്തിട്ട് 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കല്.